പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ സംരക്ഷണം നമുക്ക് ഉറപ്പുവരുത്തുന്ന, ആ സംരക്ഷണത്തെക്കുറിച്ച് നമ്മളെ അനുസ്മരിപ്പിക്കുന്ന ഒന്നാണ് കൂടാരം. പക്ഷേ ഈ കൂടാരം തന്നെ നമുക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടാവാം. ഇന്ന് തകരുന്ന കൂടാരങ്ങളെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായം 20-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. ഒന്നിനു പിറകെ ഒന്നായി ദുരിതങ്ങൾ ആഞ്ഞടിക്കുന്നു, ദേശം മുഴുവൻ വിജനമായി തീർന്നു. എൻ്റെ കൂടാരങ്ങൾ ഞൊടിയിടയിൽ തകരുന്നു, കൂടാരവിരികൾ നിമിഷനേരം കൊണ്ട് കീറിപ്പറിയുന്നു. കൂടാരവിരികൾ നിമിഷനേരം കൊണ്ട് കീറിപ്പറിയുന്നു. ജെറമ്യാ 4:20. സംരക്ഷണം നൽകുന്ന ഇടമാണ് കൂടാരം. മരുഭൂമിയിൽ അത് തണൽ നൽകും, വെയിലിൽ നിന്ന് സംരക്ഷണം. രാത്രിയിൽ മഞ്ഞ് തലയിൽ വീഴാതിരിക്കാൻ കൂടാര സംരക്ഷണം നൽകും. വലിയ മണൽക്കാറ്റുണ്ടാകുമ്പോൾ ശ്വാസകോശത്തിലേക്ക് മണൽ അരിച്ചു കയറാതിരിക്കാൻ കൂടാരമാണ് സംരക്ഷണം നൽകുന്നത്. ഇത് പുറമേയുള്ള കൂടാരം. ഈ കൂടാരം വാസ്തവത്തിൽ മറ്റു പലതുമാകാം. നമുക്ക് സംരക്ഷണം നൽകുന്ന ഏതിടവും കൂടാരമാവാം. അതെൻ്റെ കുടുംബമാവാം, മാതാപിതാക്കന്മാരും മക്കളും ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം. എനിക്ക് നൽകുന്ന എൻ്റെ ഗ്രാമമായിരിക്കാം, എൻ്റെ പള്ളിയായിരിക്കാം, എൻ്റെ ഇടവകയായിരിക്കാം, എൻ്റെ സമൂഹമാവാം. എനിക്ക് സുരക്ഷിതത്വം നൽകുന്ന എന്തോ അത് എൻ്റെ കൂടാരമാണ്. പക്ഷേ ഈ സുരക്ഷിതത്വം എനിക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടാവാം. ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അനുഭവം ഇസ്രായേൽ ജനത്തിനുണ്ടായി. അത് ജെറമ്യാ പ്രവാചകൻ്റെ കാലത്താണ്, BC 587. അതിനേതാനും വർഷങ്ങൾ മുമ്പ് തന്നെ സൂചനകൾ കണ്ടിരുന്നു. വടക്ക് ഉയർന്നു വരുന്ന ബാബിലോൺ രാജ്യം ഇസ്രായേൽ ജനത്തിനൊരു ഭീഷണിയായി തീരുമെന്നും, കർത്താവിനോട് മുട്ടിപ്പായി നിലവിളിച്ച് അപേക്ഷിക്കണമെന്നും, കർത്താവിലേക്ക് മാനസാന്തരപ്പെടണമെന്നും, അതല്ലെങ്കിൽ വലിയ നാശമുണ്ടാകുമെന്നുമൊക്കെ അറിയിക്കാൻ വേണ്ടിയാണ് ജെറമ്യാ പ്രവാചകനെ ദൈവം അയച്ചത്. ആ ജെറമ്യായ്ക്കുണ്ടായൊരു ദർശനത്തെക്കുറിച്ചാണ് 4-ാമത്തെ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ ജെറമ്യാ പറയുന്നത്. വേദന, അസഹ്യമായ വേദന, ഞാൻ വേദനയാൽ പുളയുന്നു, എൻ്റെ ഹൃദയഭിത്തികൾ തകരുന്നു, നെഞ്ചിടിക്കുന്നു എന്ന നിലവിളിയോടെയാണ് ജെറമ്യാ പ്രവാചകൻ പ്രവചനം ആരംഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഭീകരമായ ചിത്രങ്ങൾ, കത്തിയെരിയുന്ന ദേവാലയം, തകർന്നു വീഴുന്ന ജെറൂസലം മതിൽ, നിലവിളി ഉയരുന്ന കൊല്ലപ്പെടുന്നവരുടെ ആർത്തനാദം, വഴിയിൽ പുഴയായി ഒഴുകുന്ന രക്തം, ആയിരക്കണക്കിന് ആളുകൾ തടവുകാരായി വിദേശത്തേക്ക് കൊണ്ടുപോകപ്പെടുന്ന അടിമകളുടെ ആ ഒരു ദൃശ്യം, ഇതെല്ലാം കൂടി തൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ താൻ ജീവനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന തൻ്റെ ജനത്തിന് സംഭവിക്കാൻ പോകുന്ന ഈ ദുരന്തം നേരിട്ട് അനുഭവിച്ചുകൊണ്ട് ജെറമ്യയാണ് വിളിച്ചു പറയുക, നിലവിളിക്കുക. അസഹ്യമായ വേദന, കൂടാരങ്ങൾ തകർന്നു പോകുന്ന ഒരവസ്ഥ. സ്വന്തം വ്യക്തിപരമായ കൂടാരത്തെക്കുറിച്ചല്ല ജെറമ്യയുടെ ദുഃഖം, തൻ്റെ ജനത്തിന് വരുന്ന വലിയ ദുരന്തത്തെക്കുറിച്ചാണ്. ഈ ദുരന്തം ഒഴിവാക്കാൻ സാധിക്കും എന്ന് ജെറമ്യായ്ക്ക് അറിയാമായിരുന്നു. ഈ ദുരന്തത്തിൻ്റെ കാരണം ജനത്തിൻ്റെ അവിശ്വസ്തതയും കർത്താവിനോടുള്ള വിധേയത്വമില്ലായ്മയുമാണെന്നും അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു. സ്വന്തമായി വഴികൾ തേടി ഈജിപ്തുമായി സഖ്യം ചെയ്തുകൊണ്ട് ബാബിലോണിനെ ചെറുത്തു നിൽക്കാൻ ശ്രമിച്ച ജനത്തോടാണ് ജെറമ്യാ പറയുക, മടങ്ങി വരണം, തിരിച്ചു വരണം, ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. കർത്താവല്ലാതെ എന്തു തേടിയാലും അത് നാശത്തിലേക്ക് നയിക്കുകയുള്ളൂ. ഭീകരമായ ദുരന്തത്തെ ഒഴിവാക്കാൻ ഏകമാർഗമേ ഉള്ളൂ, മാനസാന്തരം. ഈ ഒരു മാനസാന്തരത്തിന് തയ്യാറാകാത്ത ജനം തകർന്നു പോവുകയായിരുന്നു. ഹൃദയം തകർന്ന് തൊണ്ട പൊട്ടി നിലവിളിക്കുന്നുണ്ട്, മടങ്ങി വരൂ അവിശ്വസ്തരായ ജനം, മക്കളെ മടങ്ങി വരൂ ജെറമ്യായിലൂടെ. പക്ഷേ മടങ്ങി വരാൻ ജനം തയ്യാറായില്ല. അതുകൊണ്ടാണ് ജെറമ്യാ പറയുക, ഹൃദയത്തിൽ നിന്ന് കണ്ണീർ വറ്റിപ്പോയ അവസരം, എൻ്റെ ശിരസ്സൊരു കണ്ണീർ തടാകവും എൻ്റെ കണ്ണുകൾ ജലധാരകളുമായിരുന്നെങ്കിൽ, ഉറവുകളുമായിരുന്നെങ്കിൽ എൻ്റെ ജനത്തെക്കുറിച്ച് ഞാൻ നിരന്തരമായി വിലപിക്കുമായിരുന്നു. ജനത്തെക്കുറിച്ച് വിലപിക്കുക ഇന്ന് ഏറെ പ്രസക്തമാണെന്ന് തോന്നുന്നു. നമ്മൾ ഓരോരുത്തരും നമ്മുടെ വ്യക്തിപരമായ ദുഃഖങ്ങളെക്കുറിച്ച്, വ്യക്തിപരമായ നഷ്ടങ്ങളെക്കുറിച്ച് വിലപിക്കാറുണ്ട്. പക്ഷേ ഈ ലോകം മുഴുവനും കൂടി വലിയ നാശത്തിലേക്ക് നീങ്ങുന്നതിനെക്കുറിച്ച് പലപ്പോഴും ദുഃഖിക്കാറില്ല. മനുഷ്യനെതിരെ, ജനത്തിനെതിരെ, രാഷ്ട്രത്തിനെതിരെ കരുതിക്കൂട്ടി നടത്തുന്ന വലിയ അക്രമങ്ങൾ, ജനത്തെ നശിപ്പിക്കുന്ന ജീവനെതിരായിട്ടുള്ള നീക്കങ്ങൾ, മനുഷ്യൻ പരസ്പരം വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന, പരസ്പരം കൊല്ലാനും ചൂഷണം ചെയ്യാനും മാത്രം ശ്രമിക്കുന്ന സാഹചര്യത്തിൽ നിലവിളിച്ച് അപേക്ഷിക്കേണ്ടതുണ്ട്. ഈ സമൂഹത്തിൻ്റെ, ഈ ലോകത്തിൻ്റെ തന്നെ കൂടാരവിരികൾ കൊടുങ്കാറ്റിൽ കീറിപ്പറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോകം തന്നെ നാശത്തെ നേരിടുന്ന സാഹചര്യത്തിൽ കർത്താവിന് മുമ്പിൽ നിലവിളിച്ച് അപേക്ഷിക്കണം ജെറമ്യായെ പോലെ. കർത്താവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാൻ, എൻ്റെ വ്യക്തിപരമായ ദുഃഖത്തിനപ്പുറത്ത് എൻ്റെ സമൂഹത്തിൻ്റെ, എൻ്റെ ലോകത്തിൻ്റെ ദുഃഖത്തെ
എൻ്റെ ലോകത്തിൻ്റെ, എൻ്റെ ജനത്തിൻ്റെ അവിശ്വസ്തകളെക്കുറിച്ച് ദുഃഖിക്കാനും കർത്താവിനോട് നിരന്തരമായി മാധ്യസ്ഥ്യം യാചിക്കാനും നമുക്ക് സാധിക്കണം. കൂടാരം ഇളകുമ്പോൾ, കൂടാരവിരികൾ കീറുമ്പോൾ ഞാൻ കർത്താവിന് മുമ്പിൽ നിലവിളിച്ചപേക്ഷിക്കണം, എനിക്കും എൻ്റെ സമൂഹത്തിനും വേണ്ടി. ആമേൻ.